നമസ്കാരം. RBS മാത്സ് അക്കാഡമിയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് S1 പോർഷനാണ് എടുക്കുന്ന S1 ഫസ്റ്റ് മോഡ്യൂൾ ലീനിയർ ഓൾജിബ്രയിൽ നമ്മൾ ഇന്ന് പുതിയ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യണം. ടോപ്പിക്കിന്റെ പേര് ഡയഗണലൈസേഷൻ എന്നാണ്. അപ്പോൾ ഡയഗണലൈസേഷൻ എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് തന്നിട്ട് നമ്മൾ അതിനെ ഡയഗണലൈസ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ അതിനെ ഒരു ഡയഗണൽ മെട്രിക്സ് ആയിട്ട് കൺവെർട്ട് ചെയ്യും. ആ ഡയഗണൽ മെട്രിക്സിന്റെ എലമെന്റ്സ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റ്സ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ആ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത് ഐഗൻ വാല്യൂസ് ആയിരിക്കും. അത് തന്നേക്കുന്ന മെട്രിക്സിന്റെ ഐഗൻ വാല്യൂ ആയിരിക്കും നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഡയഗണൽ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്. അത് എന്തൊക്കെയാണ് ആ മെത്തേഡ് എന്നും നമ്മൾ ഇന്നിവിടെ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്ന മെത്തേഡ് ഏതാണെന്നും വീഡിയോയിൽ നമുക്ക് നോക്കാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡയഗണലൈസേഷനാണ്. അപ്പോൾ ഡയഗണലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മെട്രിക്സ് തന്നേക്കുമ്പോൾ ആ മെട്രിക്സിനെ നമ്മളൊരു ഡയഗണൽ മെട്രിക്സ് ആക്കി മാറ്റും. അപ്പോൾ ആ ഡയഗണൽ മെട്രിക്സിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് എ എന്ന് പറഞ്ഞ മെട്രിക്സിനെ ഡയഗണലൈസ് ചെയ്ത് ഡി എന്ന് പറഞ്ഞ മെട്രിക്സ് കിട്ടുമ്പോൾ അതിൻ്റെ ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ അല്ലേ. അപ്പോൾ ഈ കിട്ടുന്ന ഡയഗണൽ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഗൻ വാല്യൂ ആയിരിക്കും. ഇപ്പോൾ ഒരു 3x3 മെട്രിക്സ് ആണെന്ന് വെച്ചോളൂ. അപ്പോൾ അതിൻ്റെ ഐഗൻ വാല്യൂസ് ആണ് λ1, λ2, λ3 എങ്കിൽ ആ ഐഗൻ വാല്യൂസ് ആയിരിക്കും അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് ആയിട്ട് കിട്ടുന്നത്. ബാക്കി എല്ലാവരും എന്തായിരിക്കും 0, 0 എന്നായി പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു എ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് എന്നിട്ട് അതിനെ ഡയഗണലൈസ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ അതിനൊരു ഡയഗണൽ മെട്രിക്സ് ആയിട്ടാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഡയഗണൽ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താണ്, ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ എ എന്ന് പറഞ്ഞ മെട്രിക്സിനെ ഡയഗണലൈസ് ചെയ്ത് കിട്ടുന്ന ഡയഗണൽ മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സിന് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തുവാണ്, ഐഗൻ വാല്യൂസ് ആണ്. λ1, λ2, λ3 എന്ന് പറഞ്ഞാൽ ഐഗൻ വാല്യൂസ് ആണ് കിട്ടിയത്. ഇപ്പോൾ ഞാൻ 3x3 എക്സാമ്പിൾ എഴുതിയ 2x2 മെട്രിക്സിലാണെങ്കിൽ എന്തായിരിക്കും, ഈ ലാസ്റ്റ് റോയും കോളം ഉണ്ടാകത്തില്ല. λ1 0, 0 λ2. നമുക്ക് 2x2 മെട്രിക്സും 3x3 മെട്രിക്സേ പഠിക്കാനുള്ളൂ. അതിന് നമുക്ക് സ്ക്വയർ മെട്രിക്സിനകത്താണ് ഡയഗണലൈസേഷൻ പോസിബിൾ ആയിട്ടുള്ളത്. അതിലും നമുക്ക് 2x2 3x3 മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ ഈ ഡയഗണലൈസേഷൻ എന്ന് പറയുന്നതിന് മറ്റൊരു പേര് തന്നെ സ്പെക്ട്രൽ മെട്രിക്സ് എന്ന് പറഞ്ഞ് ചോദിച്ചാലും നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ഡയഗണലൈസേഷനാണ് ചെയ്യേണ്ടത്. ഫൈൻഡ് ദ സ്പെക്ട്രൽ മെട്രിക്സ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഡയഗണലൈസേഷനാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഡയഗണലൈസേഷൻ രണ്ട് ടൈപ്പിലാണുള്ളത്. അതിലൊരെണ്ണത്തിൻ്റെ പേരാണ് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിനെ ഇതേപോലെ ഒരു ഡയഗണൽ മെട്രിക്സ് ആക്കി മാറ്റാനായിട്ട് നമ്മുടെ കയ്യിൽ രണ്ട് മെത്തേഡ് ഉണ്ട്. ഇതൊരു ട്രാൻസ്ഫോർമേഷൻ ആണല്ലോ, എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഇങ്ങനെയായിട്ട് മാറുകയില്ലേ. ആ ട്രാൻസ്ഫോർമേഷൻ ആയതുകൊണ്ടാണ് ആ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ, ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള പേര് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ടൈപ്പിൻ്റെ പേര് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ, രണ്ടാമത്തെ ടൈപ്പിൻ്റെ പേര് ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ. ഈ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഏത് തരം മെട്രിക്സിനായാലും അത് പോസിബിൾ ആണ്. എനി ടൈപ്പ് ഓഫ് മെട്രിക്സിന് പോസിബിൾ ആണ്. എനി ടൈപ്പ് ഓഫ് മെട്രിക്സിന് നമുക്ക് എന്തുവാണ്, സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ പോസിബിൾ ആണ്. അതായത് സിമെട്രിക് മെട്രിക്സ് ആണോ, സ്ക്യൂസിമെട്രിക് മെട്രിക്സ് ആണോ, എന്ത് ഓർത്തോഗണൽ മെട്രിക്സോ എന്ത് മെട്രിക്സ് വേണോ ആയിക്കോട്ടെ, അതിനകത്തെല്ലാം എന്താ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ പോസിബിൾ ആണ്. ബട്ട് ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് സിമെട്രിക് മെട്രിക്സുകൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ എന്ത് മെട്രിക്സുകൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ, സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ സിമെട്രിക് മെട്രിക്സിന് എക്സാമ്പിൾ എന്തുവാ, A = A ട്രാൻസ്പോസ് എന്ന് എഴുതുന്നതാണ് സിമെട്രിക് മെട്രിക്സ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷനാണ് പഠിക്കാൻ പോകുന്നത്. സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ്റെ പ്രൊസീജിയർ ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ സിമിലാരിറ്റി നമ്മൾ എന്താ പറഞ്ഞു, ഡയഗണലൈസേഷൻ എന്ന് പറഞ്ഞാൽ തന്നേക്കുന്ന മെട്രിക്സിനെ ഡയഗണൽ മെട്രിക്സ് ആയിട്ട് നമ്മൾ കൺവെർട്ട് ചെയ്യും. ആ ഡയഗണൽ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഐഗൻ വാല്യൂസ് ആയിരിക്കും. ഓക്കെ, അതിന് രണ്ട് ടൈപ്പിൽ ഡയഗണലൈസേഷൻ പോസിബിൾ ആണ്, സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷനും ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷനും. സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ എല്ലാ മെട്രിക്സുകൾക്കും സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ പോസിബിൾ ആണ്. ബട്ട് ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ സിമെട്രിക് മെട്രിക്സുകൾക്ക് മാത്രമേ ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ പറ്റത്തുള്ളൂ. സിമെട്രിക് മെട്രിക്സ് എങ്ങനെ തിരിച്ചറിയും, A = A ട്രാൻസ്പോസ് ആവുന്ന മെട്രിക്സിനെയാണ് നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ മെട്രിക്സിന് മാത്രമേ ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ പറ്റത്തുള്ളൂ. അപ്പം ഈ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ്റെ ഫോർമുല എന്തെന്ന് പറഞ്ഞാൽ, ഡയഗണലൈസേഷൻ ചെയ്യാനുള്ള ഫോർമുല D = P ഇൻവേഴ്സ് AP. ഇതാണ് ഫോർമുല. അപ്പോൾ ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാനുള്ള ഡയഗണലൈസേഷൻ ചെയ്യേണ്ട ഫോർമുല എന്താണെന്ന് പറഞ്ഞാൽ D = N ട്രാൻസ്പോസ് AN. ഞാൻ ആദ്യമേ ഫോർമുല ഒന്ന് വെറുതെ എഴുതി വെച്ചതാണ്, ഒന്നുകൂടെ അത് പറഞ്ഞു തന്നോളാം ഞാൻ. അതായത് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ D = P ഇൻവേഴ്സ് AP ആണ്. ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ്റെ ഫോർമുല D = N ട്രാൻസ്പോസ് AN ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായാലും P ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യണമെന്ന് മനസ്സിലായില്ലേ. ഈ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ്റെ പ്രൊസീജിയറാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. കാരണം നമ്മൾ ഇതിൻ്റെ പ്രോബ്ലം അല്ലേ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ്റെ പ്രൊസീജിയർ എന്തെന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സ് തന്നിട്ട് ഡയഗണലൈസ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ നോക്കുന്നത് അതെന്ത് തരം മെട്രിക്സ് ആണ്. സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷനേ ചെയ്യത്തുള്ളൂ കേട്ടോ. അല്ലാതെ വേറെ ഏത് മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ ചെയ്യും. അപ്പോൾ ഒരു മെട്രിക്സ് തന്നിട്ട് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഐഗൻ വാല്യൂ ഫൈൻഡ് ചെയ്യും. ഐഗൻ വാല്യൂ ഫൈൻഡ് ചെയ്യുന്നു, ദെൻ അതിൻ്റെ ഐഗൻ വെക്ടർ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ അതാണ് സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 1 പ്രൊസീജിയറാണ് ഈ പറയുന്നത്. സ്റ്റെപ്പ് 1
ഫൈൻഡ് ഐഗൺ വാല്യൂ. അപ്പോൾ അതിന് മുന്നേ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. ഫസ്റ്റ് ചെക്ക് വെദർ ദ മെട്രിക്സ് ഈസ് സിമെട്രിക് ഓർ നോട്ട്. സിമെട്രിക് ആണെങ്കിൽ ചൂസ് ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ. ഇഫ് ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക് ഗോ ഫോർ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതി വെച്ചെന്നുള്ളൂ. അപ്പോൾ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാലുള്ള സ്റ്റെപ്പാണ് ഞാൻ ഈ പറയുന്നത്. ഫൈൻഡ് ഐഗൺ വാല്യൂ. സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ഐഗൺ വെക്റ്റേഴ്സ്. ഐഗൺ വെക്റ്റേഴ്സ് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, ഐഗൺ വാല്യൂ ഐഗൺ വെക്റ്റേഴ്സ് ഫൈൻഡ് ചെയ്ത് ഐഗൺ വെക്റ്റേഴ്സിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് ക്യാപിറ്റൽ X1 ക്യാപിറ്റൽ X2 ക്യാപിറ്റൽ X3 അങ്ങനെയല്ലേ നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഐഗൺ വെക്റ്റേഴ്സ് ഫൈൻഡ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ ഫോം മോഡൽ മെട്രിക്സ്. മോഡൽ മെട്രിക്സ് ഫോം ചെയ്യണം. ഈ മോഡൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞാൽ P എന്നാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. P ഇസ് ഈക്വൽ ടു ഒരു മെട്രിക്സ് ആണ്. അതിൻ്റെ ഓരോ കോളം എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ഐഗൺ വെക്റ്റർ ആയിരിക്കും. X1 X2 X3. അപ്പോൾ ഫോം മോഡൽ മെട്രിക്സ് പി. പിയുടെ പ്രത്യേകത എന്താ? പിയുടെ ഓരോ കോളം എന്ന് പറയുന്നതും എന്തുവാണ്? നമ്മുടെ ഐഗൺ വെക്റ്റേഴ്സിനെയാണ് നമ്മൾ പി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതുന്നത്. അടുത്ത 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് പി ഇൻവേഴ്സ്. പി ഇൻവേഴ്സിൻ്റെ ഫോമിൽ എന്തുവാണ്? Hp ബൈ ഡിറ്റർമിനൻറ്റ് പി. നമ്മൾ +2 പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. Hp ബൈ ഡിറ്റർമിനൻറ്റ് പി എന്നുള്ള ഫോമിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ പി ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യും. അടുത്ത 5th സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് diagonal matrix capital D. എങ്ങനെയാ? where capital D is equal to P inverse AP. capital D is equal to P inverse AP എന്നുള്ള ഫോമിൽ യൂസ് ചെയ്ത് ഡയഗണൽ മെട്രിക്സ് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ആ ഡയഗണൽ മെട്രിക്സ് എങ്ങനെയായിരിക്കും? അതിൻ്റെ ഡയഗണൽ എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഐഗൺ വാല്യൂ വരുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഡയഗണൽ മെട്രിക്സ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഡയഗണലൈസ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ നമ്മൾ ഇതുവരെ ചെയ്യത്തുള്ളൂ. ഈ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷന് നമുക്ക് ഒരു യൂസ് കൂടെ ഉണ്ടേ. അപ്പോൾ അത് നോട്ടായിട്ട് പറയുവാണ്. അതിൻ്റെ ഒരു ആപ്ലിക്കേഷനും കൂടെ പറയുവാണ്. സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ്റെ മാത്രം ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ്റെ ആപ്ലിക്കേഷൻ എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് പവർ ഓഫ് എ മെട്രിക്സ് ഫൈൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അത് നമ്മളടുത്ത് എ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് തന്നിട്ട് A² ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ A × A എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ A² ഫൈൻഡ് ചെയ്യുക. അപ്പോൾ A² A³ ഒക്കെ ഫൈൻഡ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മളടുത്ത് A⁻10 ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ A⁻100 ഫൈൻഡ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ അത്രയും പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് A⁻100 ഒക്കെ ഫൈൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഹയസ്റ്റ് പവർ വരുമ്പോൾ ഫൈൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഡയഗണലൈസേഷൻ, ഈ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്ത് നമുക്ക് പവർ ഫൈൻഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഫോമുല എന്താണെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പവർ ഓഫ് എ മെട്രിക്സ് ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്യും. അപ്പം അതിൻ്റെ ഫോമുല A⁻n is equal to P inverse AP ആണ് ഡയഗണലൈസേഷൻ്റെ ഫോമുല എങ്കിൽ A⁻n is equal to P into D⁻n into P inverse. ഇതാണ് ഫോമുല. പവർ ഓഫ് എ മെട്രിക്സ് ഫൈൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ A⁻n is equal to P into D⁻n into P inverse. അപ്പോൾ നമ്മളിന്ന് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് മാത്രമേ പറയുള്ളൂ. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചും ഇതിൻ്റെ പ്രൊസീജിയറിനെ കുറിച്ചും പറയത്തുള്ളൂ. അപ്പം നമ്മൾ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ ആണ് തീരുമാനിക്കുന്നത് എപ്പോഴാണ്? നമുക്ക് സിമെട്രിക് മെട്രിക്സ് വന്നാലും സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്യാം. പക്ഷേ സിമെട്രിക് മെട്രിക്സ് വന്നാൽ ചെയ്യാൻ എളുപ്പം ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. അതുകൊണ്ട് ഗോ ഫോർ ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, അതല്ലാണ്ട് വേറെ ഏത് തരം മെട്രിക്സ് ആയാലും നമ്മൾ എന്ത് ചെയ്യും? സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ ഓപ്റ്റ് ചെയ്യും. സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ ഓപ്റ്റ് ചെയ്യാൻ പിന്നെ അടുത്ത ഡയഗണലൈസ് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്താണ്? ആദ്യം ഐഗൺ വാല്യൂ ഫൈൻഡ് ചെയ്യണം, പിന്നെ ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യണം, പി എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഫൈൻഡ് ചെയ്യണം. ആ പി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓരോ കോളവും നിങ്ങളുടെ ഓരോ ഐഗൺ വെക്ടർ ആണ്. പിന്നെ പി ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യണം. Hp ബൈ ഡിറ്റർമിനൻറ്റ് പി ആണ് പി ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യേണ്ട ഫോമുല. അടുത്ത ഡയഗണൽ മെട്രിക്സ് കിട്ടേണ്ട ഫോമുല D is equal to P inverse AP ആണ്. ഇങ്ങനെ കിട്ടുന്ന മെട്രിക്സ് എങ്ങനെയായിരിക്കും? അതിൻ്റെ ഡയഗണൽ എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഐഗൺ വാല്യൂ ആയിരിക്കും. ഓക്കെ, അതാണ് ഈ D എന്ന് പറഞ്ഞ് കിട്ടാൻ പോകുന്ന ആൻസർ. ഈ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്ത് നമുക്ക് പവർ ഓഫ് എ മെട്രിക്സ് ഫൈൻഡ് ചെയ്യാം. അതായത് A⁻n, A³ A⁻4 A⁻5 A⁻10 A⁻100 ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യാതെ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ആ തന്നിരിക്കുന്ന മെട്രിക്സിനെ ഡയഗണലൈസ് ചെയ്തിട്ട് P into D⁻n into P ഇൻവേഴ്സ് ചെയ്താൽ മതി. ഫോമുലയുടെ വ്യത്യാസം നോക്കിക്കോണേ. P ഇൻവേഴ്സ് AP ആണ് ഡയഗണലൈസ് ചെയ്യേണ്ട ഫോമുലെങ്കിൽ അത് നേരെ തിരിച്ച് ഈ P ഇൻവേഴ്സ് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ P into D into ഈ P ഇപ്പുറത്തേക്ക് വരുമ്പോൾ P ഇൻവേഴ്സിലാണ് P D⁻n into P ഇൻവേഴ്സ് എന്നുള്ള ഫോമുല വന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് പോകാം.
അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡയഗണലൈസ് ക്യാപിറ്റൽ എ ഇസ് ഈക്വൽ ടു 4 1 2 3. എന്ത് മെട്രിക്സ് ആണ്? ഇതൊരു 2/2 മെട്രിക്സ് ആണ് അല്ലേ? 4 1 2 3 എന്ന് പറഞ്ഞാൽ ഒരു 2/2 മെട്രിക്സ് ആണ്. ഇതിനെ ഡയഗണലൈസ് ചെയ്യാനാണ് പറഞ്ഞേക്കുക. സിമെട്രിക് ആണോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്തായാലും സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ പറഞ്ഞത്? നമ്മളെടുത്ത് ഐഗൻ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഐഗൻ വാല്യൂ ഫൈൻഡ് ചെയ്യാനായിട്ട് ആദ്യം എന്ത് വേണം? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ഐഗൻ വാല്യൂ ഐഗൻ വെക്ടർ ഫൈൻഡ് ചെയ്ത് പറഞ്ഞതിന് ശേഷം ഏത് പ്രോബ്ലം വന്നാലും അതിനകത്തെല്ലാം നമുക്ക് ഐഗൻ വാല്യൂ ഐഗൻ വെക്ടർ ഫൈൻഡ് ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഡയഗണലൈസ് ചെയ്യുന്നിടത്തും ഫസ്റ്റ് നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ ഐഗൻ വാല്യൂ ഫൈൻഡ് ചെയ്യുക. അതിനുവേണ്ടി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുവാണ്. ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഐ ഇസ് ഈക്വൽ ടു 0. 2/2 മെട്രിക്സ് ആയതുകൊണ്ട് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെയാണ് വരിക? ലാംഡ സ്ക്വയർ മൈനസ് S1 ലാംഡ പ്ലസ് S2 ഇസ് ഈക്വൽ ടു 0. ഇതിനകത്ത് നമുക്ക് S1ഉം S2ഉം ഫൈൻഡ് ചെയ്യണം അല്ലേ? S1 എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് മെയിൻ ഡയഗണൽ എലമെൻറ്റ്. ഞാൻ എപ്പോഴും ഫോമിൽ എഴുതരുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്ന സ്റ്റെപ്പ് ശ്രദ്ധിച്ചോളാം. S1 ഇസ് ഈക്വൽ ടു സം ഓഫ് മെയിൻ ഡയഗണൽ എലമെൻറ്റ്. ഇവിടുത്തെ മെയിൻ ഡയഗണൽ എന്തുവാണ്? 4ഉം 3ഉം. അപ്പോൾ 4 + 3 ഇസ് ഈക്വൽ ടു എത്രയാണ് വരേണ്ടത്? 4 + 3 ഇസ് ഈക്വൽ ടു 7 ആണ് വരേണ്ടത്. S1 എന്ന് പറഞ്ഞാൽ. S2 എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് എ തന്നെയാണ്. 4 1 2 3. 4 × 3 12 ആണ്. 12 - 2 × 1 2. 12 - 2 എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ നിങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെ മാറി? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് ലാംഡ സ്ക്വയർ മൈനസ് 7 ലാംഡ പ്ലസ് 10 ഇസ് ഈക്വൽ ടു 0. കാൽക്കുലേറ്ററിൽ സിംപ്ലിഫൈ ചെയ്യാം, അതല്ലാതെ സോൾവ് ചെയ്താലും മതി. ലാംഡ ഇസ് ഈക്വൽ ടു 5,2 എന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. കാരണം ലാംഡ മൈനസ് 5 × ലാംഡ മൈനസ് 2 ആണ് ഇങ്ങനെ വരുന്നത്. കാൽക്കുലേറ്ററിൽ സിംപ്ലിഫൈ ചെയ്താൽ മതി, പെട്ടെന്ന് ആൻസർ കിട്ടിക്കോളും. അപ്പോൾ ലാംഡ ഈക്വൽ ടു 5,2 എന്ന് കിട്ടി. Therefore the eigenvalues are lambda is equal to 5,2. ഓക്കെ, ഇനി നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യാൻ ഒരു പറഞ്ഞത്? ഫസ്റ്റ് സ്റ്റെപ്പാണ് ഫൈൻഡ് ഐഗൻ വാല്യൂ എന്ന് പറഞ്ഞത്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഒരു പറഞ്ഞിരുന്നത് ഫൈൻഡ് ഐഗൻ വെക്ടർ ഫൈൻഡ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഐഗൻ വെക്ടർ ഫൈൻഡ് ചെയ്യാൻ പോവുകയാണേ. ടു ഫൈൻഡ് ഐഗൻ വെക്ടർ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റെപ്പ് എന്തുവാണ്? മെട്രിക്സ് എ മൈനസ് ലാംഡ ഐ ഇൻറ്റു ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു 0. തന്നിരിക്കുന്ന മെട്രിക്സിനെ ഡയഗണലി മൈനസ് ലാംഡ ആയിട്ട് എഴുതണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? 4 - ലാംഡ 1 2. അടുത്ത ഡയഗണൽ എലിമെൻ്റ് ആണ് 3. അപ്പോൾ 3 - ലാംഡ. ഡയഗണൽ എലിമെൻറ്റ്സിലെല്ലാം ഞാൻ മൈനസ് ലാംഡ കൊടുത്തു. കാരണം എ മൈനസ് ലാംഡ ആയി ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുന്നത്. ഇൻറ്റു ക്യാപിറ്റൽ എക്സ്. ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ 2/2 മെട്രിക്സ് ആയതുകൊണ്ട് എന്തൊക്കെയാണ് അൺനോൺ വരിക? x1 x2 ഇസ് ഈക്വൽ ടു 0 0. ഓക്കെ, അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ലാംഡയ്ക്ക് 5 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഐഗൻ വാല്യൂവിൻ്റെ ഓരോ വാല്യൂ ആയിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ വെൻ ലാംഡ ഇസ് ഈക്വൽ ടു, ഞാൻ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ലാംഡ ഇസ് ഈക്വൽ ടു 5 ആണ്. അപ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മെട്രിക്സ് എങ്ങനെയായി മാറുകയാണ്? 4 - 5 ദറ്റ് ഇസ് -1 1 2 3 - 5 എന്ന് പറഞ്ഞാൽ -2 ഇൻറ്റു x1 x2 ഇസ് ഈക്വൽ ടു 0 0. 2/2 മെട്രിക്സ് ആണ്. എപ്പോഴും 2/2 മെട്രിക്സിനകത്ത് ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? നിങ്ങളുടെ 2 റോയും സെയിം ആയിരിക്കും. ഇവിടെ നോക്കിക്കേ, സെയിം ആണോ എന്ന്? സെയിം ആണ്. ഫസ്റ്റ് റോ തന്നെ അല്ലേ? -1 1. സെക്കൻഡ് റോയിൽ -2 കോമൺ ആയിട്ട് എടുത്താൽ അത് -1 1 ആണ്. അപ്പം ബോത്ത് റോസ് ആർ സെയിം. 2 റോയും സെയിം ആണ്. അപ്പോൾ അതിലേതെങ്കിലും ഒരു റോ എടുത്ത് എഴുതിയാൽ പോരെ? -x1, ഏതെങ്കിലും ഒരു റോ എന്നല്ല, ആ ഒരു റോയേ ഉള്ളൂ. -x1 + x2 ഇസ് ഈക്വൽ ടു 0. x2നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -x1 ഇസ് ഈക്വൽ ടു -x2. രണ്ട് സൈഡിൽ നിന്ന് മൈനസ് അങ്ങ് ക്യാൻസലായി പോകും. x1/1 ഈക്വൽ ടു x2/1 എന്നല്ല എൻ്റെ മീനിങ്. Therefore ഐഗൻ വെക്റ്റർ ക്യാപിറ്റൽ x1 ഇസ് ഈക്വൽ ടു 1 1. ആദ്യത്തെ ഐഗൻ വെക്റ്റർ നമുക്ക് കിട്ടി. ഓക്കെ, 1 1 എന്ന ഐഗൻ വെക്റ്റർ കിട്ടിയത്. അടുത്ത് നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്? അടുത്ത ഐഗൻ വെക്ടർ എന്ന് പറയുന്നത് ലാംഡ ഇസ് ഈക്വൽ ടു എന്തുവാ? ലാംഡ ഇസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണേ. വെൻ ലാംഡ ഇസ് ഈക്വൽ ടു 2, ലാംഡയ്ക്ക് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ മെട്രിക്സ് എങ്ങനെയായി മാറും? 4 - 2. 4 - 2 എന്ന് പറഞ്ഞാൽ 2 1 2. 3 - 2 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു x1 x2 ഇസ് ഈക്വൽ ടു 0 0. ഓക്കെ, വെൻ ലാംഡ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഐഗൻ വെക്ടർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 1 2 1 എന്നാണ് കിട്ടുന്നത്. 2 റോയും എന്തുവാണ്? സെയിം ആണ്. ബോത്ത് റോസ് സെയിം ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഇക്വേഷൻ എടുത്ത് എഴുതും. 2x1 + x2 ഇസ് ഈക്വൽ ടു 0 ഓർ 2x1 ഇസ് ഈക്വൽ ടു -x2. കോയിഫിഷ്യൻസ് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പം x1 ബൈ ഈ -x2ലെ മൈനസ് താഴേക്ക് വന്നു, x2/2
2x1 2 ഇങ്ങോട്ടേക്ക് താഴേക്ക് വന്നു. Therefore the eigenvector capital X2 is equal to -1 2. eigenvector capital X2 is equal to -1 2 എന്ന് കിട്ടി. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ മൈനസ് സൈൻ ഇപ്പുറത്തിടണമെന്നുള്ളവർക്ക് മൈനസ് ഇപ്പുറത്ത് കിടക്കും, അവർക്ക് 1, -2 എന്നായിരിക്കും ആൻസർ. അത് രണ്ടും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഐഗൻ വെക്ടർ 2 ഐഗൻ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ട് 2 ഐഗൻ വെക്ടർ ഫൈൻഡ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് 3 എന്താണെന്ന് നോക്കിക്കേ. സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത് മോഡൽ മെട്രിക്സ് ഫോം ചെയ്യാനാണ്. മോഡൽ മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ P എന്നാണ്. ക്യാപിറ്റൽ P എന്തെന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ മോഡൽ മെട്രിക്സ് ക്യാപിറ്റൽ P ഇസ് ഈക്വൽ ടു മെട്രിക്സിൻ്റെ സിമ്പലിനകത്ത് x1 x2 അല്ലേ. അതായത് x1 എന്ന് പറഞ്ഞാൽ എന്താണ്, x1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഗൻ വെക്റ്റർ 1, ആദ്യത്തെ ഐഗൻ വെക്റ്റർ 1 1, അതാണ് ആദ്യത്തെ കോളം. സെക്കൻഡ് കോളം എന്ന് പറഞ്ഞാൽ x2, രണ്ടാമത്തെ ഐഗൻ വെക്റ്റർ -1 2. ഇങ്ങനെയാണ് മോഡൽ മെട്രിക്സ് ഉണ്ടാക്കുന്നത്. പി ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് എന്താ വേണ്ടേ, പി ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യണം. പി ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യേണ്ട ഫോർമുല എന്തുവാണ്, HP by determinant P. P inverse is equal to, next we have to find P inverse. P inverse is equal to എന്തുവാണ്, HP by determinant P. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം determinant P ഫൈൻഡ് ചെയ്യാം. determinant P is equal to determinant 1 - 1 1 2. That is equal to 1 into 2 2 minus of 1 into -1 -1. അപ്പോൾ 2 + 1 വരും. 2 + 1 is equal to എന്തുവാണ്, 2 + 1 is equal to 3. അപ്പോൾ determinant P കിട്ടി. അടുത്ത് എന്താ വേണ്ടത്, HP. HP എന്ന് പറഞ്ഞാൽ എന്താ, HP is equal to 2/2 മെട്രിക്സിൻ്റെ അഡ്ജ് എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യണേ. ആദ്യം നമ്മൾ ഈ 1 2 എന്ന് പറഞ്ഞിട്ടുള്ള ആ മെയിൻ ഡയഗണലിനെ ഇൻ്റർചേഞ്ച് ചെയ്യും. മെയിൻ ഡയഗണലിൻ്റെ എലമെൻസിനെ ഇൻ്റർചേഞ്ച് ചെയ്യും. അപ്പോൾ അത് 2 1 എന്നായി മാറും. 1 2നെ ഇൻ്റർചേഞ്ച് ചെയ്ത് എലമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്ത് 2 1 എന്ന് എഴുതി. ഇനി ഓഫ് ഡയഗണലിൽ നമ്മൾ നെഗറ്റീവ് സൈൻ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നെഗറ്റീവ് സൈൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 1 ഉണ്ടായിരുന്നത് -1 ആയി, -1 ഉണ്ടായിരുന്നത് 1 ആയി. അത് ഇൻ്റർചേഞ്ച് ചെയ്തതല്ല, ഓഫ് ഡയഗണലിൽ നമ്മൾ നെഗറ്റീവ് സൈൻ മൾട്ടിപ്ലൈ ചെയ്തതാണ്. ഓക്കെ, അപ്പം HP കിട്ടി. Therefore P inverse is equal to HP by determinant P അല്ലേ. അപ്പോൾ 1/3 into 2 1 -1 1. P inverse കിട്ടിക്കഴിഞ്ഞു. Therefore the diagonal matrix capital D is equal to P inverse AP. Okay, P inverse എന്ന് പറഞ്ഞാൽ 1/3 into 2 1 -1 1. A എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്തുവായിരുന്നു തന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ, 4 1 2 3 ഇൻറ്റു ക്യാപിറ്റൽ P എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ക്യാപിറ്റൽ P എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച മോഡൽ മെട്രിക്സ് 1 -1 1 2. ഇഷ്ടമുള്ളവർ വേണമെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയോളൂ. മൾട്ടിപ്ലൈ ചെയ്യാണ്ടേന് ഞാൻ ആൻസർ ചെയ്തുകൊണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഈ 2/2 മെട്രിക്സ് ആയാലും 3/3 മെട്രിക്സ് ആയാലും അതിൻ്റെ ഡയഗണൽ എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഐഗൺ വാല്യൂ ആണ്. 5 2 എന്നാണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ 5ഉം രണ്ടാമത് 2 എന്നും എഴുതി. 0 0. ഇതാണ് എൻ്റെ ഡയഗണൽ മെട്രിക്സ്. അപ്പം നോക്കിക്കേ, 2 5 എന്ന് എഴുതി കൂടെ എന്ന് ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ ഇതെങ്ങനെയാണ് ഈ ഓർഡർ തീരുമാനിക്കണേന്ന് പറഞ്ഞാൽ, ഇവിടെ 5 ആണ്, അടുത്ത് രണ്ടാമതാണ് 2 വരേണ്ടതെന്ന് തീരുമാനിക്കണേ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഐഗൺ വാല്യൂ ഫൈൻഡ് ചെയ്തില്ലേ, ആദ്യം എന്ത് ലാംഡ കൊടുത്തിട്ടാണ് ഫസ്റ്റ് ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്തത്, ആ ഐഗൺ വെക്ടറിനെയാണ് നമ്മൾ ആദ്യത്തെ കോളം കൊണ്ട് എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പം ഏത് ഐഗൺ വാല്യൂ കൊടുത്തിട്ടാണോ ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്തത് ആ ഐഗൺ വാല്യൂ ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. സെക്കൻഡ് ഐഗൺ വെക്ടർ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്തത്, ഏത് ഐഗൺ വാല്യൂ കൊടുത്തിട്ടാണോ സെക്കൻഡ് ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്തത് അതിനെയാണ് നമ്മളിവിടെ സെക്കൻഡ് കോളം ആയിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഐഗൺ വെക്ടറെ നമുക്ക് രണ്ടാമത് വരത്തുള്ളൂ. സപ്പോസ് ഒരാൾ ആദ്യം ലാംഡയ്ക്ക് 2ഉം പിന്നെ ലാംഡയ്ക്ക് 5ഉം കൊടുത്താണ് അയാൾ ചെയ്തതെങ്കിൽ അയാൾക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 2005 എന്നായിരിക്കും. അതിനർത്ഥം അയാളുടെ ആൻസർ തെറ്റെന്നല്ല. നമുക്ക് ഡയഗണൽ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ നോക്കുന്നത് അതിൻ്റെ ഓർഡർ കറക്റ്റ് ആണോ എന്നാണ്. അപ്പോൾ അവിടെ കറക്റ്റ് ചെയ്യുന്ന ആൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ x1 x2 എന്താണെന്ന് നോക്കും. അപ്പോൾ x1 എന്ന് പറയുന്നത് ലാംഡ ഈക്വൽ ടു 5 കൊടുത്തിട്ടാണ് x1 കിട്ടിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് കോളത്തിൽ എന്തേ വരത്തുള്ളൂ, ലാംഡ ഈക്വൽ ടു 5 വരത്തുള്ളൂ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വരത്തുള്ളൂ. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കും. മൾട്ടിപ്ലൈ ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് എഴുതി. എക്സാമിന് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഡയഗണലൈസേഷൻ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ എന്തായാലും നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ, ഡയഗണൽ മെട്രിക്സേ കിട്ടത്തുള്ളൂ. ആ ഡയഗണൽ മെട്രിക്സിൻ്റെ ഡയഗണൽ എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഐഗൺ വാല്യൂ ആണ്. ഐഗൺ വാല്യൂ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ചെയ്തതാണ്. അപ്പോൾ അത് എഴുതിയാൽ മതി. പക്ഷെ അത് പ്ലേസ് ചെയ്യേണ്ട ഓർഡറാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമ്മൾ ഫസ്റ്റ് ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യണേ ഏത് ലാംഡ കൊടുത്തിട്ടാണോ അതേ ഫസ്റ്റ് കോളത്തിൽ വരത്തുള്ളൂ. സെക്കൻഡ് ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യണ ഏത് ഐഗൺ വെക്ടർ കൊടുത്തിട്ടാണോ അതേ സെക്കൻഡ് കോളത്തിൽ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ 2/2 മെട്രിക്സിനകത്ത് ഡയഗണലൈസേഷൻ ആയി. ഇനി നമുക്കൊരു 3/3 മെട്രിക്സിനകത്ത് ഡയഗണലൈസേഷൻ ചെയ്ത് നോക്കാം. 3/3 മെട്രിക്സ് ചെയ്ത് നോക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോഴേക്കും ഇതൊന്ന് ചെയ്തിട്ട് നമുക്ക് 3/3 മെട്രിക്സിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ എക്സാമിൻ വെദർ ദ മെട്രിക്സ് A is equal to
7 minus 1 4 3 is diagonalizable. Diagonalizable ആണോ എന്നാണ് ചോദിക്കുന്നത്. ഡയഗണലൈസ് ചെയ്യാനല്ല പറഞ്ഞേക്കുന്നത്. അത് ഡയഗണലൈസബിൾ ആണോ, അതെന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചാൽ നമുക്ക് നോക്കാം. പ്രോബ്ലം ചെയ്ത് നോക്കാം. എന്തായാലും നമുക്ക് ഡയഗണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാം. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ സ്റ്റെപ്പ് അങ്ങ് ചെയ്ത് നോക്കാം. എവിടെ വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റുന്നതോ ചെയ്യാൻ പറ്റാതെ ആവുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് സ്റ്റെപ്പിൻ്റെ ഇടയിൽ വരുമ്പോഴേക്കും ഞാൻ എന്താണ് അത് കാരണം എന്നൊക്കെ അപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, എന്തായാലും ക്വസ്റ്റ്യൻ കണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു മെട്രിക്സ് തന്നിട്ടുള്ളത് കാരണം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുവാണ്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്തുവാണ്? ഡിറ്റർമിനൻറ്റ് എ മൈനസ് ലാംഡ ഐ ഇസ് ഈക്വൽ ടു 0. അപ്പം 2/2 മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എപ്പോഴും എങ്ങനെയായിരിക്കും? ലാംഡ സ്ക്വയർ മൈനസ് S1 ലാംഡ പ്ലസ് S2 ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതായിരിക്കും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. നമുക്കിനകത്ത് S1ഉം S2ഉം ഫൈൻഡ് ചെയ്യണം. S1 S2 ഫൈൻഡ് ചെയ്യേണ്ട ഫോമുല എന്തുവാണ്? S1 എന്ന് പറഞ്ഞാൽ സം ഓഫ് മെയിൻ ഡയഗണൽ എലമെൻറ്റ്. S1 ഇസ് ഈക്വൽ ടു ഇവിടുത്തെ ഡയഗണൽ എലമെൻറ്റ് എന്ന് പറയുന്നത് 7ഉം 3ഉം ആണ്. അപ്പോൾ 7 + 3 ഇസ് ഈക്വൽ ടു 10 എന്നാണ് പറയുന്നത് അല്ലേ? 7 + 3 is equal to 10 എന്ന് വന്നു. ആൻഡ് S2 is equal to determinant 7 - 1 4 3. That is equal to 7 × 3 21 minus of 4 × -1 is -4. 21 minus of -4 21 + 4 is equal to 25 എന്ന് വന്നു. Okay, therefore characteristic equation is lambda square minus 10 lambda plus 25 is equal to 0. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്ക് കിട്ടി. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് എന്താ ചെയ്യേണ്ടത്? നമ്മളതിനെ സോൾവ് ചെയ്ത് ലാംഡയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യും. അത് നമുക്ക് കാൽക്കുലേറ്ററിൽ സിംപ്ലിഫൈ ചെയ്യാനേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇത് ലാംഡ - 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ലാംഡ ഈക്വൽ ടു 5,5 എന്ന സോൾവ് ചെയ്യുമ്പോൾ കിട്ടുക. Therefore the eigenvalues are lambda equal to 5,5. ഓക്കെ, ഐഗൻ വാല്യൂസ് നമുക്ക് കിട്ടി. Therefore the eigenvalues are lambda equal to 5,5. നമുക്ക് അടുത്ത് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇതിൻ്റെ ഐഗൻ വെക്ടർ എഴുതണം. ഓക്കെ, അപ്പം ടു ഫൈൻഡ് ഐഗൻ വെക്ടർ മെട്രിക്സ് A minus lambda I into x is equal to 0. ഇതല്ലേ നമ്മുടെ ഫോമുല? ഐഗൻ വെക്ടർ ഫൈൻഡ് ചെയ്യേണ്ട ഫോമുല മെട്രിക്സ് A minus lambda I into x is equal to 0. അപ്പോൾ തന്നിരിക്കുന്ന മെട്രിക്സ് A എന്ന് പറയുന്നതിനകത്ത് ഡയഗണലി മൈനസ് ലാംഡ കൊടുക്കുമ്പോൾ 7 - ലാംഡ, അടുത്ത് എന്താ പറയേണ്ട? -1, അടുത്ത എലമെൻറ്റ് 4, അടുത്ത ഡയഗണൽ എലമെൻറ്റ്. അപ്പോൾ 3 ഡയഗണൽ എലമെൻറ്റിൻ്റെ കൂടെ നമ്മൾ മൈനസ് ലാംഡ ഇടും. ഓക്കെ, ഇൻറ്റു x1 x2 is equal to 0 0. Okay, എഴുതി നമ്മൾ ടു ഫൈൻഡ് ഐഗൻ വെക്ടർ എന്ന് പറഞ്ഞ മെട്രിക്സിനകത്ത് ഈ ഡയഗണലി മൈനസ് ലാംഡ കൊടുത്ത് എഴുതി. വെൻ ലാംഡ ഈസ് ഈക്വൽ ടു 5, ലാംഡയ്ക്ക് നമ്മൾ 5 കൊടുക്കണം. നമുക്ക് ഐഗൻ വെക്ടർ കൂടെ ഫൈൻഡ് ചെയ്യാം. എന്നിട്ട് ഡയഗണലൈസബിൾ ആണോ അല്ലേ നോക്കാം. ലാംഡയ്ക്ക് 5 കൊടുക്കുമ്പോൾ മെട്രിക്സ് എങ്ങനെ വരും? 7 - 5 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 - 1 4, 3 - 5 is -2. ഓക്കെ, ഇൻറ്റു x1 x2 is equal to 0 0 എന്ന് വരും. ഓക്കെ, ഇനി നോക്കിയാൽ ഈ രണ്ട് റോയും സെയിം ആണോ? രണ്ട് റോയും സെയിം ആണ്. താഴത്തെ റോയിൽ നിന്ന് -2 അല്ലെങ്കിൽ 2 കോമൺ ആയിട്ട് എടുത്താൽ ഇത് 2 - 1 തന്നെയല്ലേ വരിക. സോ ബോത്ത് റോസ് ആർ സെയിം, രണ്ട് റോയും സെയിം ആണ്. അപ്പോൾ ആ ഇക്വേഷൻ എടുത്ത് എഴുതുമ്പം 2x1 - x2 is equal to 0 എന്ന് വരും. ദാറ്റ് ഈസ് 2x1 is equal to x2. കോയിഫിഷ്യൻസ് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പം x1 / x2ൻ്റെ കോയിഫിഷ്യൻ്റ് x1ൻ്റെ താഴെ വന്നു, x2ൻ്റെ താഴേക്ക് x1ൻ്റെ കോയിഫിഷ്യൻ്റ് 2 എന്ന് വന്നു. ഓക്കെ, therefore the eigen vector capital X1 is equal to 1 2 എന്ന് കിട്ടി. ഓക്കെ, ഇനി നോക്കിക്കേ അടുത്ത ഐഗൻ വെക്ടർ ഫൈൻഡ് ചെയ്യാം. അടുത്ത ഐഗൻ വെക്ടർ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് ലാംഡ ഈക്വൽ ടു 5 എന്ന് പറയുന്നത് സെയിം ഐഗൻ വെക്ടറാണ്, സെയിം ഐഗൻ വാല്യൂ ആണ്. അപ്പോൾ ലാംഡയ്ക്ക് 5 കൊടുത്താൽ നമുക്ക് വീണ്ടും ഈ മെട്രിക്സ് തന്നെ കിട്ടും. ഈ സെയിം ഇക്വേഷൻ ആകുമ്പോൾ രണ്ട് റോയും സെയിം ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആകെ ഒരേ ഒരു ഐഗൻ വെക്ടറെ ഫൈൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, വേറെ ഐഗൻ വെക്ടർ ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും? there is only one ഐഗൻ വെക്ടർ കറസ്പോണ്ടിങ് ടു ലാംഡ ഈക്വൽ ടു 5. അതായത് ഇവിടെ നമുക്ക് രണ്ടാമത്തെ ഐഗൻ വെക്ടർ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് രണ്ടാമതും വേറൊരു ഐഗൻ വെക്ടർ ഉണ്ടെങ്കിൽ അല്ലേ മോഡൽ മെട്രിക്സ് എഴുതാൻ പറ്റുള്ളൂ. മോഡൽ മെട്രിക്സ് എഴുതിയാലല്ലേ പി ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ അല്ലേ അതിനെ ഡയഗണലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഡയഗണലൈസബിൾ ആണോ? ഡയഗണലൈസബിൾ അല്ല. എന്തുകൊണ്ടാണ്? there is only one independent ഐഗൻ വെക്ടർ കറസ്പോണ്ടിങ് ടു ലാംഡ ഈക്വൽ ടു 5. there is only one eigenvector. There is only one eigenvector corresponding to
ലാംഡ ഈക്വൽ ടു 5. ലാംഡയ്ക്ക് 5 കൊടുക്കുമ്പോൾ നമുക്ക് ആകെ ഒരേ ഒരു ഐഗൺ വെക്ടർ മാത്രമേ കിട്ടുന്നുള്ളൂ. ഓക്കെ, അതാണ് നമ്മുടെ x1. 2 ഐഗൺ വെക്ടർ ഇല്ല. നമുക്ക് എപ്പോഴും മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഐഗൺ വെക്ടേഴ്സ് യൂസ് ചെയ്ത് ഡയഗണലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതെന്താ മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, x1 x2 x3 എന്ന് പറഞ്ഞ് 3 ഐഗൺ വെക്ടർ കിട്ടണേ. അപ്പോൾ ആ ഐഗൺ വെക്ടർ എപ്പോഴും മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതിനെയൊക്കെ നമുക്ക് ഡയഗണലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ചില പ്രോബ്ലത്തിനകത്തേ നമുക്ക് 2 ഐഗൺ വെക്ടറേ കിട്ടത്തുള്ളൂ. കാരണം ലാംഡ ഈക്വൽ ടു റിപ്പീറ്റിംഗ് ഐഗൺ വാല്യൂ വരുന്ന സമയത്ത് നമുക്ക് ഒരെണ്ണം കൊടുക്കുമ്പോഴേക്കും നിങ്ങളുടെ റോസും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമുക്ക് ആകെ ഒരേ ഒരു ഐഗൺ വെക്ടറെ ഫൈൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരേ ഒരു ഐഗൺ വെക്ടറെ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നുള്ള കേസിൽ ബാക്കി ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ മോഡൽ മെട്രിക്സ് ഫോം ചെയ്യാൻ പറ്റില്ല, ഡയഗണലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇൻഡിപെൻഡൻറ്റ് ഐഗൺ വെക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡയഗണലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഈ പ്രോബ്ലം എന്താണ്, എക്സാമിൻ വെദർ ദ മെട്രിക്സ് എ ഈസ് ഡയഗണലൈസബിൾ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഓൺലി 1 ഐഗൺ വെക്ടറേ ഉള്ളൂ ലാംഡയ്ക്ക് 5 ആകുമ്പോൾ. അതുകൊണ്ട് ഇതെന്തല്ല, ഡയഗണലൈസബിൾ അല്ല. Therefore the given matrix is not diagonalizable. Therefore the given matrix is not diagonalizable. Okay. അപ്പോൾ നമുക്കിനി അടുത്ത പ്രോബ്ലം, ഇപ്പോൾ 2x2 മെട്രിക്സിൻ്റെ ഒരു ഡയറക്റ്റ് പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞു. ഡയഗണലൈസബിൾ അല്ലാത്ത തരത്തിലൊരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചിരുന്നു. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അടുത്ത 3x3 മെട്രിക്സിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഈ പ്രോബ്ലം ചെയ്യാൻ കാരണം ഇതൊരു പ്രാവശ്യം എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടപ്പോഴാണ് ഇത് ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചത്. 3x3 മെട്രിക്സിൽ ഡയഗണലൈസേഷൻ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷനിൽ പെൻഡിങ് ആണ്. പവർ ഫൈൻഡ് ചെയ്യേണ്ട പ്രോബ്ലം ബാക്കിയുണ്ട്. അവിടെ ഡയഗണലൈസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പ്രോബ്ലംസും കാണിച്ചു തരാനുണ്ട്. അപ്പം ലെങ്ത് കൂടിക്കൊണ്ടിരിക്കും വീഡിയോയുടെ. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്യുവാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ എന്ന് പറയുന്നത് 3x3 മെട്രിക്സിൻ്റെ മാക്സിമം നമ്പർ ഓഫ് പ്രോബ്ലം ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. ഒത്തിരി ലെങ്തി വീഡിയോസ് കാണാൻ ബുദ്ധിമുട്ടുന്ന കുട്ടികൾ പറഞ്ഞുകൊണ്ടാണ് മാക്സിമം ലെങ്ത് ഞാൻ കുറയ്ക്കാമെന്ന്. അടുത്ത 3x3 മെട്രിക്സിൻ്റെത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം.